ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എലൈറ്റിനെ കുറിച്ചാണ്. എലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്താണ് എലൈറ്റ്? എലൈറ്റ് എന്ന് പറയുന്നത് വരേണ്യ വർഗമാണ്, അല്ലെ? അതായത് നമ്മുടെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവര്, അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വളരെ മികച്ച സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒക്കെ ഒരു ശേഷിയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ എലൈറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എലൈറ്റ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വരേണ്യ വർഗം എന്നാണ്. അപ്പൊ അറിയില്ലാത്തവർ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരേണ്യ വർഗം പല തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റൂൾ ചെയ്യുന്ന എലൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കുന്നതൊക്കെ ഉള്ള ഒരു ഭാഗമാണ് റൂളിംഗ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇക്കണോമിക് എലൈറ്റ്സ് ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളെയാണ് എക്കണോമിക് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള എലൈറ്റ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് പവർ എലൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ പണമുള്ളവർക്ക് അധികാരം അല്ലെങ്കിൽ ഒരു ശക്തിയോ അധികാര ശക്തിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ റൂളിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ ജന്മന അവർക്ക് വരേണ്യ വർഗമായിട്ട് അറിയപ്പെടുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു പവർ, റൂളിംഗ് പവർ ഒന്നും കാര്യമായിട്ട് കിട്ടാറില്ല. അപ്പോൾ തേർഡ് ടൈപ്പ് ഓഫ് എലൈറ്റ്സ് എന്ന് പറയുന്നത് പവർ എലൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പ്രാപ്തിയുള്ള ഒരു തരത്തിലുള്ള എലൈറ്റ്സ് ആണ് പവർ എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പേജ് നമ്പർ 58 ആണ്. ടൈപ്സ് ഓഫ് എലൈറ്റ്സ് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ സയൻസസ് ഓഫ് എൻസൈക്ലോപീഡിയ. The nature of elites was basically a group of handful of people who are different from the rest of the society. These people are different as they possess some special talents and meet the crucial need of or fulfilling some hierarchical missions. According to the modern or newer approach, they are seen as the influential figures in the governments of any section of the society. അതുകൂടാതെ with the advent of modernity, the elites emerged with the different degrees of powers. അതായത് പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈറ്റ്സ് ആണെന്ന് പറഞ്ഞല്ലേ. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എലൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഉള്ള അധികാരവും അല്ലെങ്കിൽ അവരുടെ ചുമതലകളും അല്ലെങ്കിൽ അവര് സമൂഹത്തിൽ വഹിക്കുന്ന സ്വാധീനവും ഒക്കെ 3 രീതിയിൽ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. മീഡിയ എലൈറ്റ്സ്, എഡ്യൂക്കേഷൻ എലൈറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എലൈറ്റ്സ്, ആസ്പിരിറ്റീവ് എലൈറ്റ്സ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള എലൈറ്റ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബ്യൂറോക്രാറ്റിക് എലൈറ്റ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള എലൈറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 3 ടൈപ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. പവർ എലൈറ്റ്സ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എലൈറ്റ്സ്, റൂളിംഗ് എലൈറ്റ്സ്. ബേസിക്സ്, the 3 different types of elites is first elite is ruling elite. Pareto introduced this category and stated that while some individuals are superior in their abilities and capabilities, there are some who remain inferior to them in their attributes and are therefore under the category of non-elites. The superior ones are elite to him. The elites are further divided into 2 classes on the basis of the functions they performed in the society. ഇപ്പോൾ വിൽഫ്രെഡോ പാരറ്റോ എന്ന് പറയുന്ന ആളാണ് റൂളിംഗ് എലൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഉള്ള നിർവചനങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റൂളിംഗ് എലൈറ്റ്സ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ അധികാര ശ്രേണിയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഉദാഹരണത്തിന് മന്ത്രിമാരും അല്ലെങ്കിൽ DGP പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ റൂളിംഗ് എലൈറ്റ്സിൽ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവരെ തന്നെ 2 ആയിട്ടാണ് ഇവിടെ പാരറ്റോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവേണിംഗ് ഓർ റൂളിംഗ് എലൈറ്റ് ആണ്. അതായത് നമ്മുടെ സമൂഹത്തില് അധികാരത്തിൽ ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ നിയമം കൊണ്ടോ അധികാരം മൂലമോ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ചുമതലപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് ഗവേണിംഗ് അല്ലെങ്കിൽ റൂളിംഗ് എലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് നോൺ ഗവേണിംഗ് എലൈറ്റ് ആണ്. അതായത് നിയമം കൊണ്ട് നമുക്ക് റൂൾസ് ഒന്നും ഉണ്ടാക്കാൻ അർഹതയില്ലാത്തവര്, ബഹുജനങ്ങളായിട്ടുള്ള ആളുകളെയാണ് നോൺ ഗവേണിംഗ് എലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവേണിംഗ് ഓർ റൂളിംഗ് എലൈറ്റ് എന്ന് പറയുന്നത് ദിസ് എലൈറ്റ്സ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മാനർ ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ പ്രോസസ്സസ്. The ruling elite are further divided into 2 types. The foxes and the lions. The foxes are the those who rule by using
continuous manipulation. The lions are those who rule through homogeneity, smaller bureaucracies, established norms and centralized process. അപ്പോൾ ഗവേണിംഗ് എന്ന് പറയുന്നത്, ഗവേണിംഗ് റൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിൽ തന്നെ പാരറ്റോ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫോക്സസ് ആയിട്ടും ഒരു ഭാഗത്തെ ലയൺസ് ആയിട്ടുമാണ് അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫോക്സസ് എന്ന് പറയുന്നത് നമുക്ക് കുറുക്കന്മാരാണ്, അതുപോലെ തന്നെ ലയൺസ് എന്ന് പറയുന്നത് സിംഹങ്ങളാണ്. അപ്പോൾ ഈ ഗവേണിംഗ് ആയിട്ടുള്ള എലൈറ്റ്സിൽ തന്നെ നമ്മുടെ നയതന്ത്രമുള്ള അല്ലെങ്കിൽ സൂത്രധാരന്മാരായിട്ടുള്ള കുറുക്കന്മാരെ പോലെയുള്ള ആളുകൾ ഭരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണ ക്രമങ്ങളൊക്കെ അവര് പാലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് നിയന്ത്രണ വിധേയമാക്കുന്നുണ്ടെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഫോക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരറ്റോ. അതുപോലെ തന്നെ ലയൺസ് എന്ന് പറയുന്നത് സിംഹങ്ങൾ ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സിംഹത്തിന്റെ ബ്യൂറോക്രാറ്റിക് ആയിട്ട് ഉള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് പാരറ്റോ ഗവേണില് ലയൺസ് ആയിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ പാരറ്റോയുടെ ഗവേണിംഗ് എലൈറ്റിൽ തന്നെ ഫോക്സസും ലയൺസും ആയിട്ട് ഗവേണിംഗ് എലൈറ്റിനെ അദ്ദേഹം തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി നോൺ ഗവേണിംഗ് എലൈറ്റ് എന്ന് പറയുന്നത്, പാരറ്റോ പ്രൊപ്പോസ്ഡ് കോൺസെപ്റ്റ് ഓഫ് ദ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് ഇസ് ഓർഡർ ടു explain the power between lions and the foxes are recommended two methods in which the ruling elites is a given society remain dynamic and not a constant, in which the decay of one act as a hindrance for the rise of the other. He added that there is a circulation of individuals between the elite and non-elite sections of the society. The ruling elites are replaced when the non-elite classes start penetrating their stratum. അപ്പോൾ അതുപോലെ തന്നെ നോൺ ഗവേണിംഗ് എലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂളിങ്ങിലൊന്നും അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിലൊന്നും കാര്യമായ പങ്കുവഹിക്കാത്ത ആളുകളെയാണ് നോൺ ഗവേണിംഗ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ചാർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിൽഫാഡ് പാരറ്റോയുടെ റൂളിംഗ് എലൈറ്റ്സിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ റൂളിംഗ് എലൈറ്റ്സിനെ അദ്ദേഹം രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, എലൈറ്റും നോൺ എലൈറ്റും. അതുപോലെ തന്നെ എലൈറ്റിനെ ഗവേണിംഗ് എലൈറ്റ് ആണ്, നോൺ ഗവേണിംഗ് എലൈറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവേണിംഗ് എലൈറ്റിനെ ഫോക്സസും ലയൺസുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാർട്ടും ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ പ്രീവിയസ് ഇയറിൽ കണ്ടു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈറ്റ്സ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂളിംഗ് എലൈറ്റ്സും അതുപോലെ തന്നെ ഇക്കണോമിക് എലൈറ്റ്സും പവർ എലൈറ്റ്സും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഹെഡിങ്സ് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ ഇതിന്റെ വിശദാംശമുള്ള ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ എഴുതി വെക്കണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇനി ഇക്കണോമിക് എലൈറ്റ് എന്ന് പറയുന്നത് ദ ഇക്കണോമിക് അപ്രോച്ച് യൂസ്ഡ് ബൈ ജെയിംസ് ബോമാൻ in order to define elitism, in which power is viewed as the method to identify who is elite and who is not. This approach makes the elites draw their power in accordance to their degree of control over of the means of production and distribution. They get an important and influential position in the society with the help of this power and compared to the ones on the other end of the social spectrum with no such access to the means of production of distribution. This understanding believes that the easiest way of discovering that who is the dominant elite or the ruling group of the society is exploring which group gets the maximum income. അപ്പോൾ ഇക്കണോമിക് എലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് വരേണ്യ വർഗമല്ലാത്ത ആളുകളൊക്കെ പണം സമ്പാദിച്ച് ഒരു വരേണ്യ വർഗമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആളുകളെയൊക്കെ പുത്തൻ പണക്കാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ പണം സമ്പാദിച്ച് വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളായി മാറിയവരാണ്. അപ്പോൾ ഈ ഇക്കണോമിക് എലൈറ്റ്സിന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മുടെ റൂളിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പവർ ആയിട്ടുള്ള എലൈറ്റ്സിനാണെങ്കിലും ഈ ഇക്കണോമിക് എലൈറ്റ്സുമായിട്ടുള്ള ബന്ധം വളരെയധികം കൂടുതലായിരിക്കും. കാരണം സമൂഹത്തിലും രാഷ്ട്രത്തിലും പണം ഇറക്കുന്നത് ഈ ഇക്കണോമിക് എലൈറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് ഇക്കണോമിക് എലൈറ്റ്സിന്റെ ഒരുപാട് ആവശ്യങ്ങളും ഒറ്റും ഈ പവർ ഉള്ള റൂളിംഗ് എലൈറ്റ്സ് സാധിച്ചു കൊടുക്കേണ്ടതായിട്ടും വരും. നമ്മുടെ പല നിയമങ്ങളും ഒക്കെ നമ്മുടെ വരേണ്യ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റി എഴുതപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയും അല്ലെങ്കിൽ ഭരണത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പണമുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഇക്കണോമിക് അലയൻസിന് സമൂഹത്തിൽ കൊടുക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഇൻകം ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ആളുകളെയാണ് നമ്മൾ ഇക്കണോമിക് അലയൻസിൽ ഉൾപ്പെടുത്തുക.
In order to want the political power in a given society, it is important that one must have the economic power as well as the political power too. Flows from having economic control. He added that capitalism would be replaced by the economic and the political system that is governed by the managerial elites. Capitalists have passed their business control to the ones in the capacity of the professional managers. അപ്പോൾ ഒരാൾക്ക് രാഷ്ട്രീയമായ അധികാരത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഇക്കണോമിക് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷിയുടെ വർധനവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ നമ്മുടെ സാമ്പത്തികവും കൂടെ കൂടുതൽ ഒത്തുചേർന്ന ആയിട്ട് ഉണ്ടാവണം. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ നേതാക്കന്മാർക്കൊക്കെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഉന്നത വ്യവസായ ആളുകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരിക്കും. കാരണം ഈ വ്യവസായശാലകളിൽ നിന്നാണ് അല്ലെങ്കിൽ വ്യവസായികളിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ള നമുക്ക് പണം ലഭ്യമാകുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ വരേണ്യവർഗമായിട്ട് നമുക്ക് ഈ കൂടുതൽ പണമുള്ളവരെ അല്ലെങ്കിൽ സമ്പന്നരെ നമുക്ക് ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള എലൈറ്റ്സ് ആണ് പവർ എലൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ടൈപ്പ് നമ്പർ 3 ആണ്. Berman and C. Wright Mills stated that it's not just the economic power but also its social counterpart which come together to the basis of elite in a given society. He believed that the power elites are the ones who occupy the topmost positions in the institutions and also hold the leading positions of power, even in political sphere or the government. Mill stated that the institutions are strategic hierarchies in which power and rule are important to process elitism in comparison to processing source of legitimacy. The institutional power approach to Mills stated that the source of power lies not in the hands of the individual or a particular classes, rather it is the hands of the institution. അപ്പോൾ നമ്മുടെ ഒരു വരേണ്യവർഗത്തിന് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെങ്കിൽ നമുക്ക് റൂളിംഗ് പവർ വേണം, അല്ലാത്തപ്പോൾ നമുക്ക് ഇക്കണോമിക്കലായിട്ട് നമ്മൾ വളരെയധികം ഉയർന്ന നിലയിൽ നിൽക്കണം, മറ്റൊന്നാണ് പവർ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒന്നിച്ചു ചേർന്നതാണ് നമ്മുടെ വരേണ്യവർഗമായിട്ട് നമ്മൾ കണക്കാക്കുകയല്ലെങ്കിൽ ഉള്ളൂ. അല്ലെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് കരസ്ഥമായെങ്കിൽ മാത്രമേ നമുക്ക് വരേണ്യവർഗമായിട്ട് സമൂഹത്തിൽ അറിയപ്പെടാൻ സാധിക്കുകയുള്ളൂ. The power that moves from the institution help in determining the status, the position and the influence and the authority of the elites is a contemporary society. The power given to the elites by the institution helps in getting them to the position is determining the role of the others. The middle stratum and the masses. Mills recommended that the innate trait of the individual helped in making an elite out of the individual. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൾച്ചർ എ മേക്കർ ഓഫ് എലൈറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം സംസ്കാരമാണ്. ഒരു മനുഷ്യന് ജീവിക്കുന്ന ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളും അവരുടെ സംസാര രീതിയും അല്ലെങ്കിൽ ഫുഡും അങ്ങനെയുള്ള ഭക്ഷണ രീതികളെല്ലാം ഈ സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ എലൈറ്റ് സ്റ്റാറ്റസ് നമുക്ക് ഉണ്ടാകുന്നതിന് നമ്മുടെ സംസ്കാരവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. Distinction was the name of the classic work of Pierre Bourdieu, who first observed the cultural and its traits and fundamental to the idea of elitism. He believed that the cultural dispositions are important makers of elite status, and culture is not just a means that reflect the social status of the individual, but it also helps one or to create in fact. In the context, the culture performs 2 functions. The first function is that it helps the individual to create his or her own identity, and the second function is to create a boundary which leads to the creation of the self and the other. The studied in this format, the elite formation is relying upon the cultural hierarchies in a given society. അപ്പോൾ കൾച്ചറൽ ഹയറാർക്കീസ് ഒക്കെ ഈ എലൈറ്റ് ഫംഗ്ഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക. എലൈറ്റ്സ് ആർ ഡിഫറെന്റ് ഫ്രം ദ നോൺ എലൈറ്റ്സ് ആൻഡ് മേക്സ് യൂസ് ഓഫ് ദെയർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൊക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ദെയർ ക്ലാസ്, എത്നിസിറ്റി, റിലീജിയൻ ആൻഡ് ജെൻഡർ. അപ്പോൾ എലൈറ്റ്സിന് അവരെ നോൺ എലൈറ്റ്സിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് അവരുടെ കൾച്ചറും അതുപോലെ തന്നെ അവരെ നിലനിൽക്കുന്ന പ്രദേശം അല്ലെങ്കിൽ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും അവരുടെ റിലീജിയനും അല്ലെങ്കിൽ അവരുടെ തൊഴിലും ഒക്കെ ഇവരുടെ
എലൈറ്റ്സിന്റെ അവരുടെ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് ഒരുപാട് സഹായിക്കും. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത്. ഒരാൾ നിൽക്കുന്ന രീതികൾ, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി, അവർ നിൽക്കുന്ന ഭൂപ്രദേശം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസ്കാരത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് എലൈറ്റ്സിനെ കൂടുതൽ ശക്തമാക്കുന്നത്, എലൈറ്റ് സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നത് കൾച്ചർ ആണെന്ന് നമുക്ക് നിശേഷം പറയാം. അപ്പോൾ അതുകൂടാതെ ഈ റിലീജിയനും ജെൻഡറിനും ഒക്കെ എങ്ങനെയാണ് ഈ എലൈറ്റ്സിന്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബം വളരെയധികം വരേണ്യ വർഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ പേരിൽ നമുക്ക് ആ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ റിലീജിയനും ജെൻഡറും ഒക്കെ ഉൾപ്പെടുക. They are different in adopting a particular taste of their values and lifestyle that makes them different from the non-elites. The idea is based on the premises of boundary and concept of cultural capital. This proposes that just like economic capital, authorities of individual financial and makes him an economic elite. In the similar manner, the culture, when seen as the capital, makes us individual culturally more competent than others. The cultural capital thus influences upon the life changes and has a significant bearing upon one's lifestyle, education, assignments, material selection, career choices, and even general likes and dislikes. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവരുടെ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈലും, അതുപോലെ തന്നെ എഡ്യൂക്കേഷനും, അതുപോലെ മെറ്റീരിയൽ സെലക്ഷനും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൾച്ചറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം അവരുടെ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിൽക്കുന്നു. ഇനി അടുത്തത് വന്നത് സോഷ്യൽ നെറ്റ്വർക്ക്സ് ആൻഡ് നോളജ് ആണ്. മെയിൻ്റെനൻസ് ഓഫ് എലൈറ്റിസം. അതായത് എലൈറ്റിസം എന്ന് പറയുന്ന വരേണ്യ വർഗമാണ്. അപ്പൊ ഈ വരേണ്യ വർഗത്തിന്റെ ആ സ്റ്റാറ്റസ് നിലനിർത്താനും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മഹിമയൊക്കെ നിലനിർത്താനായിട്ട് ഈ സോഷ്യൽ നെറ്റ്വർക്ക്സിനെ അവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാം, ഒരു ഉയർന്ന കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് മറ്റ് ഉയർന്ന കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ല ഒരു എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഉയർന്ന എഡ്യൂക്കേഷനും ഉയർന്ന പദവിയും ഒക്കെ ഉള്ള ആളുകളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒക്കെ അയാളുടെ ഒരു സ്റ്റേറ്റസും, അല്ലെങ്കിൽ അയാളുടെ ഒരു വരേണ്യ വർഗത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്താൻ അവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യവും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഊഷ്മളതയും, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു ഉയർന്ന സ്ഥാനവും ഒക്കെ ആ സമൂഹത്തില് ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ വ്യക്തിക്ക് ഒരു ഉയർന്ന സ്ഥാനം സ്വാഭാവികമായിട്ട് നൽകുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ നമ്മൾ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മറ്റുള്ളവര് ഈ ആളുടെ ഉദ്യോഗസ്ഥത്തെ, അല്ലെങ്കിൽ ഉദ്യോഗത്തെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി ഇവർക്ക് ഈ വരേണ്യ വർഗ സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിക്കും. The elites may be a minority in the society, but the density of their ties or network with each other helps in producing coordination actions for the interest of their groups. These connections help in transferring the information, which is can help in producing coordination actions on the basis of their common experiences. Social networks can be called as the structures of the relationship that connects an individual to the community with a shared life changes and interests. The individuals, organizations, or nations or social actors at either micro and macro levels take the suggestions, consultations, information of resources sharing, support, and criticisms at the hands of the others. Their interactions help in influencing his or her actions, behavior, thoughts, and beliefs that reinforces the virtues of elitism. അപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിങ്സ് ഒക്കെ അവരുടെ അറിവും ഒക്കെ ഈ നമ്മുടെ എലൈറ്റിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് ഉയർന്ന വീടോ, അല്ലെങ്കിൽ ഉയർന്ന പാരമ്പര്യ ഗുണമോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പാരമ്പര്യമായിട്ട് ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കുറിച്ചൊക്കെ അറിവുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റാളുകൾ ഇന്നയാള് ഇന്ന കുടുംബത്തിലെ വലിയ കുടുംബത്തിലെ ആളാണ്, പാരമ്പര്യമായിട്ട് ഉള്ള ഒരുപാട് രാജ തലമുറയാണെന്നൊക്കെ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ സാധിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ള ഒരു തരത്തിലാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് നമ്മുടെ സ്റ്റാറ്റസിനെ, എലൈറ്റ് സ്റ്റാറ്റസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ, പട്ടും വളയും കിട്ടിയ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്, അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, രാജാവിൽ നിന്ന് പട്ടും വളയും കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ രാജാക്കന്മാരിൽ നിന്ന് ബഹുമതി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ കുടുംബത്തിലെ തായ് വഴിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ മറ്റാളുകളിൽ പറഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കിട്ടി ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എലൈറ്റ് സ്റ്റാറ്റസ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുകൂടാതെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആണെങ്കിൽ ഇന്ന ആള് വലിയൊരു ഉദ്യോഗത്തിൽ നിന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആദ്യ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ആ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അവരുടെ ആ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എലൈറ്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്തുന്നതിനും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ്. An individual in a given society in neither totally dependent on their social network for their existence, nor are they completely unaffected or rational. The social network depends upon the interdependence of the social actors on each other. The social networks of the elites also remain dynamic and not static. There is an important role played by the knowledge and ideology in the maintenance of the elite status with the social network. Antonio Gramsci present notebooks proposed that the ruling class is not ruled by force, rather it is driven by the various of their cultural knowledge. He added that they use their cultural knowledge as an instrument of manipulation for their own interest in the grab of the interest of the dominated. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്, ഈ സോഷ്യൽ നെറ്റ്വർക്ക്സ് ആൻഡ് നോളേജ് മെയിൻ്റെനൻസ് ഓഫ് എലൈറ്റിസം എന്നൊരു ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് എലൈറ്റിസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ എങ്ങനെ സഹായകമാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതുകൂടാതെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് എഴുതി വെക്കാൻ സാധിക്കണം. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ എലൈറ്റ് സ്റ്റാറ്റസ് നിലനിർത്താനായിട്ട് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വളരെയധികം സഹായകരമാകും. കാരണം നമ്മുടെ പരിസരത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പെൻഷൻ ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ കൊളീഗ്സും ഒക്കെ കാരണം നമുക്ക് ആ എലൈറ്റ് സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീപ്രൊഡക്ഷൻ ഓഫ് എലൈറ്റ്സ്. ഇപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് നമ്മുടെ എലൈറ്റിസത്തിനെ അല്ലെങ്കിൽ വരേണ്യ വർഗത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നത്തെ കാര്യം ക്ലബ്ബുകൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. ക്ലബ്ബുകളിൽ എങ്ങനെയാണ് ഒരു എലൈറ്റ് ഗ്രൂപ്പിനെ നമ്മൾ റീപ്രൊഡക്ട് ചെയ്തെടുക്കാം? കാരണം നമുക്ക് ഒരു വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഉയർന്ന ക്ലബ്ബുകളിലൊക്കെ അംഗങ്ങളാവുക. ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ വളരെയധികം മികച്ച ക്ലബ്ബുകൾ നമ്മുടെ നഗരങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകളിൽ അംഗത്വം വേണമെങ്കിൽ അവര് ഒരു നിശ്ചിത തുക ഈടാക്കണം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ അംഗത്വം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എലൈറ്റിസം നിലനിർത്തുന്ന അല്ലെങ്കിൽ റീപ്രൊഡക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകളാണ്. അത് കൂടാതെയാണ് ബോർഡിംഗ് സ്കൂളുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ബോർഡിംഗ് സ്കൂൾസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ വന്നതാണ്. അതിനുശേഷം ആവിർഭവിച്ചതാണ്. ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ, ബോർഡിംഗ് സ്കൂളിലൊക്കെ എന്റെ കൊച്ചിനെ വിട്ട് പഠിപ്പിക്കാനുള്ള ആസ്തിക്ക് എനിക്കുണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോർഡിംഗ് സ്കൂൾസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വരേണ്യ വർഗത്തിന്റെ ഒരു സ്ഥാപനമായിട്ടൊക്കെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. കാരണം ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച ആളാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കുട്ടിക്ക്, ആ കുട്ടിയുടെ കുടുംബത്തിന് ആ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ വരേണ്യ വർഗത്തിൻ്റെതായ സാമ്പത്തിക ശേഷിയും ഒരു പവറും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബോർഡിംഗ് സ്കൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളും ഒക്കെ വരേണ്യ വർഗത്തെ റീപ്രൊഡക്ട് ചെയ്തെടുക്കുന്ന ചില സാമൂഹിക സംഘടനകളാണ്, അല്ലെങ്കിൽ സാമൂഹിക ഗ്രൂപ്പുകളാണ്. The social institutions play an important role in the reproduction of the elites as the inheritance of family status. The family is the deciding factor in selecting the social institutions, be the educational institutions or social clubs. The elites prefer to contact them. Social clubs constitute the elite at the first place and excludes the non-elites from the social power at the other.
Their clubs are sociologically understood as the leaders assigned the rise of new rich. The rise is the economic mobility of the non-elites has lead to the threatening of the family elites. This lead to the increase in the popularity of the elite clubs, and so does their exclusion from Daisy and the other. When they new elites join the clubs, they are manipulated into coordinating their interest with that of the order elites. This paved the way for class consolidation by sharing common interest and culture. Therefore, the elites are finally founded the upper class families and mediate through institutions like clubs and are driven by common interest. The clubs and the families provided elite the basis of social closure. Education institutions like schools and colleges remain particularly complex. There is a direct relation with the logic of educational institutions that corresponds to the orientation of the elites. Let us take the example of the elite boarding schools, which become very popular in the last 19th century at the result of the desire of the old establishment elite families to add onto their cultural identity by classifying themselves from the newer riches, the industrialists and the masses. Here we can see that just like the social clubs, even schools become a site of production of the concept of elitism. അപ്പോൾ ഈ ക്ലബ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ എലൈറ്റിസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ക്ലബ്സിലൊക്കെ അംഗത്വം കിട്ടണമെങ്കിൽ ഒരു മിനിമം ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ആ സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമേ ആ ഒരു എമൗണ്ട് ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ ഒരു മിനിമം സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമേ ചില വലിയ ക്ലബ്ബുകളിലൊക്കെ അംഗത്വം ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ അംഗത്വമുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെയധികം ഫിനാൻഷ്യലി വളരെയധികം റിച്ച് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഭയങ്കര അധികാരമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലബ്ബുകൾ ഈ സോഷ്യൽ എലൈറ്റിസത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമാണ്, അപ്പൊ ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലെ ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെയും അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദങ്ങളും ഒക്കെ അവരുടെ കൾച്ചേഴ്സിനെ തമ്മിൽ കൂടുതൽ ബന്ധിപ്പിക്കുക, അവർ തമ്മിലൊരു ഉയർന്ന സൗഹൃദ ബന്ധവും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പമൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഇടയാക്കും. അതുകൂടാതെ ബോർഡിംഗ് സ്കൂൾസ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയൊക്കെ ഉയർന്നു വന്ന ഒരു ഭാഗം ഒരു സ്കൂളിംഗ് ആണ്. അപ്പൊ ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ വിട്ടു പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ ആളുകൾ ബോർഡിംഗ് സ്കൂളിൽ വിട്ടു പഠിപ്പിക്കുന്നത് അത് കുട്ടികളുടെ നല്ലതിന് വേണ്ടി മാത്രമല്ല, അതൊരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ കൂടെ ഭാഗമായിട്ടാണ് ചില മാതാപിതാക്കൾ കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ മക്കളെ ഈ ബോർഡിംഗ് സ്കൂൾസിലൊക്കെ വിടാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അതുകൂടാതെ പുത്തൻ പണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പുതിയ വ്യവസായശാലകളൊക്കെ ആരംഭിച്ച് പണം വരാൻ തുടങ്ങിയ ആളുകളുമൊക്കെ തങ്ങളുടെ സ്റ്റാറ്റസ് ഉയർന്നതിനനുസരിച്ച് കുട്ടികളെയും ബോർഡിംഗ് സ്കൂൾസൊക്കെ ആക്കാറുണ്ട്. ഈ ബോർഡിംഗ് സ്കൂൾസ് എന്നൊക്കെ പറയുന്നത് ഈ സോഷ്യൽ എലൈറ്റിസം സ്റ്റാറ്റസിന്റെ ഒരു ഭാഗമായിട്ട് ആവിർഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഓഫ് എലൈറ്റ്സിന്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ക്ലബ്സും അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂൾസും എല്ലാം. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൗ ഡസ് സോഷ്യൽ നെറ്റ്വർക്ക്സ് ഹെൽപ്പ് ഇൻ മെയിൻ്റെനൻസ് ഓഫ് എലൈറ്റ് സ്റ്റാറ്റസ്? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചു കണ്ടുണ്ട്. പേജ് നമ്പർ 63 63ാം പേജില് ക്വസ്റ്റ്യൻ നമ്പർ 13 ആയിട്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൗ ഡസ് സോഷ്യൽ നെറ്റ്വർക്ക് ഹെൽപ്പ് ഇൻ മെയിൻ്റെനൻസ് ഓഫ് എലൈറ്റ് സ്റ്റാറ്റസ്? അപ്പൊ എലൈറ്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എലൈറ്റിസം എന്താണെന്നും അതുപോലെ തന്നെ എലൈറ്റ്സിന്റെ ടൈപ്സും അതുപോലെ തന്നെ അതിന്റെ നെറ്റ്വർക്ക്സ് എങ്ങനെ എലൈറ്റിസം കൂടുതൽ കൂടാനായിട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ സഹായിക്കുന്നുള്ള കാര്യം ഒക്കെ എഴുതി വെക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു എലൈറ്റ്സ് അപ്രോപ്രിയേറ്റ് സ്കൂൾസ് ഫോർ റീപ്രൊഡക്ഷൻ ഓഫ് ദ
സ്റ്റാറ്റസ്. അപ്പൊ സ്കൂൾസും, അതായത് ബോർഡിംഗ് സ്കൂൾസ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് സോഷ്യൽ അലൈറ്റ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ക്ലബ്ബുകളും ബോർഡിംഗ് സ്കൂൾസും ഒക്കെ സോഷ്യൽ അലൈറ്റസിനെ റീപ്രൊഡക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ പാരറ്റോടെ എലൈറ്റ്സിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് എലൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കണം. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? റൂളിംഗ് എലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക് എലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പവർ എലൈറ്റ്സും ഉണ്ട്. അപ്പൊ ഈ 3 എലൈറ്റ്സിനെ കുറിച്ചും അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുകയും പഠിക്കുകയും ചെയ്യണം. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളൊന്ന് എഴുതി വെക്കാൻ ഓർക്കണം. ഇനി നമുക്ക് അടുത്ത കാണാനുള്ളത് സെഗ്മെന്ററിനെ കുറിച്ചാണ്. സെഗ്മെന്ററി സൊസൈറ്റീസിനെ കുറിച്ചാണ്. സെഗ്മെന്ററി എന്നൊക്കെ പറയുന്ന ഒരു വിശേഷണമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെഗ്മെന്ററി സൊസൈറ്റീസിനൊക്കെ ഒരുപാട് ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സെഗ്മെന്ററി സൊസൈറ്റീസ് എങ്ങനെയാണ് അവരുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? അതൊരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആണ് കേട്ടോ. സെഗ്മെന്ററി സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു എഴുതപ്പെട്ട നിയമങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഒരു സംസ്ഥാന രൂപത്തിൽ അതിർത്തിയൊന്നും വേർതിരിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം സമൂഹങ്ങളെയാണ് സെഗ്മെന്ററി സൊസൈറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ നമ്പർ 7 നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 68 എടുക്കാം. Segmentary. This chapter deals with the politics and the political organization. We will study about the segmentary societies with the lack of centralized system of authority, the importance of the kinship organization of dealt with the in relation of political control. We shall about study the political system which are present in segmentary society and the segmentary. അതുപോലെ തന്നെ സെഗ്മെന്ററി ട്രൈബ്സിനെ കുറിച്ചും സെഗ്മെന്ററി സൊസൈറ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക. The emergence of government is the stateless societies in the also covered in this chapter. This chapter deals with the various types and functions of segmentary societies and the distinction between the stateless society and the society with the state. We will study about the kinship system as the form of political control and political principles of the stateless societies. ഇനി നമുക്ക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതായത് രാഷ്ട്രീയ സംവിധാനമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. There are a system of rules that hold a society. One of the subsystem of any society is the political system. There are 3 aspects of political institution: system of control, organization for control, and use of forces for control. These 3 aspects are concerned with the social system, and hence, according to the sociologists, the political institutions are the system of control. Organization and the legal use of force is a subsystem of the larger social system. അപ്പോൾ നമുക്കൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ നമുക്ക് പെരുമാറണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭരണമൊക്കെ കാഴ്ചവെക്കണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. The territorial area is a significant aspect in the political process of any society, and the territorial structure provides the framework not only for political organization but for the other forms of organization also. ഇപ്പോൾ ടെറിട്ടോറിയൽ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായൊരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു പൊളിറ്റിക്സിന് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ അതിർത്തികൾ നിർണയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ രൂപരേഖയൊക്കെ അതില് കൃത്യമായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രദേശങ്ങൾ അടങ്ങിയ ഒരു കൃത്യമായ പ്രാദേശിക വിവരങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. പക്ഷേ സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഇങ്ങനെ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാദേശിക ഏരിയ അല്ലെങ്കിൽ ഒരു പ്രാദേശിക തരംതിരിവൊന്നും അവിടെ സെഗ്മെന്ററി സൊസൈറ്റീസ് ഉണ്ടാവാറില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ഒരു സെഗ്മെന്ററി അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.
State is also an important political institution in the society, which is described as the human community which successfully claimed the monopoly of the legitimate use of forces with a given territory. There is a difference between the state and the government. The Senate government is agency which preferred the orders of the state. Therefore, the political organization continues the combination and interrelationship of power and authority in the maintenance of the public affairs. In order to maintain the order in the society, politics and army are the basic instruments, and the ones who offered are punished by law. Law is the most important means by which the state carries and the functions of social control. അപ്പൊ നമുക്ക് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു തരംതിരിവ് അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഒരു ഭൂപ്രദേശം നമുക്ക് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കാൻ ആവശ്യമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രാഷ്ട്രങ്ങളും അവരുടെ പരിപാടികളും അല്ലെങ്കിൽ സമൂഹത്തിലെ അംഗങ്ങളെ നിയന്ത്രിക്കുന്നതൊക്കെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു നിയമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സോഷ്യൽ കൺട്രോൾ നിലനിൽക്കുകയുള്ളൂ. ഇനി ഓവർ ദ ഇയേഴ്സ് there have been progressive growth on political organization in different societies. The societies have grown from the simply of modern industrial societies, and the social and the political organization have become more complex. There are stateless societies without any centralized authority. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപൊക്കെ നമുക്ക് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് രാജാക്കന്മാരുടെ ഭരണമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അപ്പൊ അതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനോടുകൂടെ ശക്തരായ ഉദ്യോഗസ്ഥർ വൃന്ദവും ലോ ആൻഡ് ഓർഡർ ഒക്കെ ഉണ്ടായി. അതുകൂടാതെ അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു ഭരണഘടനയും എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളും ജുഡീഷ്യറി സിസ്റ്റം ഒക്കെ ഉണ്ടായത്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ മൂലമാണ് നമുക്ക് ഇന്ന് കാണുന്ന ഒരു സൊസൈറ്റി ഒക്കെ നമുക്ക് നിലനിന്ന് വന്നത്. അപ്പോൾ അതിനു മുൻപും ഒരുപാട് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ സെഗ്മെന്ററി സൊസൈറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ സെഗ്മെന്ററി സമൂഹങ്ങളായിരുന്നു. The population of the simple societies is very long and have a very determined political community. There is no formal agency of social control. Let us study about the political organization in the segmented societies of stateless societies. The segmentary societies have the idea of their territorial rights, which are maintained through the nations of age, social sanctions, and social control. Let us consider the African tribes in which various forms of political institutions exist, such as councils, monarchies, chiefs, etc. The segmentary societies have power and authority in different groups. സെഗ്മെന്ററി സൊസൈറ്റിയിലും അവരുടെ പവറും അതോറിറ്റിയും ഒക്കെ ഡിഫറെന്റ് രീതിയിലാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ ഉണ്ട്. The maintenance of political order in or down with the help of the ties of kinship and the lineage system. അപ്പൊ അവർക്ക് പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നത് കിങ്ഷിപ്പിന്റെ രീതിയിലാണ്, അല്ലെങ്കിൽ ബന്ധുത്വത്തിന്റെയും രക്തബന്ധത്തിന്റെയും ഒക്കെ രീതിയിലാണ് അവരുടെ സോഷ്യൽ കൺട്രോളിംഗ് ഒക്കെ നടത്തുക, അല്ലെങ്കിൽ അവരുടെ ലീനിയേജ് സിസ്റ്റം വഴിയാണ് അവരുടെ കൺട്രോളിങ്ങും അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണം ഒക്കെ ഉണ്ടാവുക. ഇനി സൊസൈറ്റി ഈസ് കോൾഡ് സെഗ്മെന്ററി ഓർ സ്റ്റേറ്റ്ലെസ് ഇഫ്. അപ്പൊ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ സെഗ്മെന്ററി സൊസൈറ്റി എന്ന് വിളിക്കാനായിട്ട് ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില സമൂഹത്തെ സെഗ്മെന്ററി സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പേജ് നമ്പർ 68 ലാസ്റ്റ് പാരഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത്. A society is called segmentary or stateless if there is not defined boundary or permanent physical territory. അപ്പോൾ അവിടെ ഒരു ഒന്നാമത്തെ ഘടകം സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഒരു ഡിഫൈൻഡ് ബൗണ്ടറീസോ അല്ലെങ്കിൽ പെർമനന്റ് ഫിസിക്കൽ ടെറിട്ടറി ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവാത്ത അങ്ങനെ ഒരു ഫിസിക്കൽ ടെറിട്ടറി ഒന്നും ഇല്ലാത്ത സമൂഹങ്ങളെയാണ് നമ്മൾ സെഗ്മെന്ററി സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു നിശ്ചിതമായ ഭൂപ്രകൃതിയൊക്കെ ഉണ്ട് അല്ലെ. ഇത്രയും ഭൂപ്രദേശം കേരളത്തിൻ്റെതാണ്, അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു അതിർവരമ്പ്, ഒരു സംസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു അതിർവരമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമൂഹങ്ങളെയാണ് നമ്മൾ സെഗ്മെന്ററി സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത.
രണ്ടാമത്തേന്ന് പറയുന്നത് ഇറ്റ് ഗോസ് അലോൺ വിത്ത് ദ ഓറൽ ട്രഡീഷൻസ് ആൻഡ് ദ ബ്യൂറോക്രാറ്റിക് ആസ്പെക്ട്സ് ഇൻ ആബ്സെന്റ് ഫ്രോം ഇറ്റ്. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ അവരെ വായ്മൊഴിയായിട്ടുള്ള വന്നിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ആയിരിക്കും അവർ പിന്തുടരുക. സെഗ്മെന്ററി സൊസൈറ്റിയിൽ വായ്മൊഴിയായിട്ടുള്ള നിയമങ്ങളൊക്കെ ആയിരിക്കും അവർ പിന്തുടരുക. അതുകൂടാതെ ബ്യൂറോക്രാറ്റിക് ആസ്പെക്ട്സും അവിടെ ഉണ്ടാവില്ല. അതായത് ഉദ്യോഗസ്ഥ ബന്ധമൊന്നും ഈ സെഗ്മെന്ററി സൊസൈറ്റിയിൽ ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഒരു പേഴ്സണെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. ഒരു സിംഗിൾ പേഴ്സൺ ഹു ഓൾ സെവറൽ മേജർ പവേഴ്സ് ഓഫ് റിലീജിയസ്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓഫേഴ്സ് ആൻഡ് ദ സൊസൈറ്റി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയിലായിരിക്കും അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പവേഴ്സ് അല്ലെങ്കിൽ മതപരമായ അധികാരങ്ങൾ അല്ലെങ്കിൽ കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉൾച്ചേർന്നിരിക്കുക. അല്ലെങ്കിൽ ഇക്കണോമിക്കും പൊളിറ്റിക്കലുമായിട്ടുള്ള പരമാവധി നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഒക്കെ ഒരു വ്യക്തിയിലായിരിക്കും ഉൾച്ചേർന്നിരിക്കുക. അപ്പൊ അവിടെ ഉദ്യോഗസ്ഥവൃന്ദമോ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണമോ ഒന്നുമില്ല. ഒരു വ്യക്തിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അധികാരങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഒരു വ്യക്തിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതൊരു സെഗ്മെന്ററി സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദർ ഇസ് നോ ഡിഫൈൻഡ് റിജിഡ് ഐഡിയോളജി. അവിടെ ഒരു പ്രത്യയശാസ്ത്രമൊന്നും വളരെ നിശ്ചയമുള്ള അല്ലെങ്കിൽ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമൊന്നും നമ്മുടെ സെഗ്മെന്ററി സൊസൈറ്റീസ് ഉണ്ടാവില്ല. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സിമ്പിൾ ഇക്കണോമി ആണ്. അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്കണോമി ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ ഇക്കണോമി എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. ഇനി സോഴ്സസ് ഓഫ് ഡാറ്റ അബൌട്ട് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് ആണ്. അതായത് നമ്മുടെ സെഗ്മെന്ററി സൊസൈറ്റീസിനെയാണ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് വിളിക്കുക. അപ്പൊ അവിടുത്തെ സോഴ്സസ് ഒക്കെ ഡാറ്റ ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തത്, അതിന്റെ രീതികൾ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പേജ് നമ്പർ 69. The sources of data about the stateless societies are the archaeological records, the literature produced by missionaries, travelers and administrators. അടുത്തെന്ന് പറയുന്നത് മോണോഗ്രാഫ്സ് റിട്ടേൺ ബൈ ആന്ത്രോപോളജിസ്റ്റ്സ്. അപ്പോൾ ആർക്കിയോളജിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്, ആർക്കിയോളജി എന്ന് പറയുന്നത് നമ്മുടെ പുരാവസ്തു ഗവേഷകരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ പല പല രീതികൾ അല്ലെങ്കിൽ പല പല പ്രദേശങ്ങളൊക്കെ ഉത്ഖനനത്തിലൂടെയൊക്കെ അവര് പണ്ടത്തെ ആളുകളുടെ ജീവിത രീതി അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് സമൂഹത്തെ നയിച്ചത്, അവരുടെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കണ്ടെത്തി ഈ പുരാവസ്തുക്കളിൽ നിന്ന് അതിന്റെ അംശങ്ങളൊക്കെ കണ്ടെത്തി അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് ഒക്കെ അവിടുത്തെ പണ്ട് കാലത്തെ ആളുകളുടെ സൊസൈറ്റിനെ കുറിച്ചും അവരുടെ ജീവിത രീതിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ അധിനിവേശ സമയത്തൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ള മിഷണറീസിന്റെ ഒക്കെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ അവരുടെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ സാഹിത്യ രചനകളിലൂടെയൊക്കെ നമുക്ക് പണ്ട് കാലത്തെ സമൂഹങ്ങൾ എങ്ങനെയാണ് നിലനിന്നിരുന്നത്, അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ ആളുകളുടെ നിയമവ്യവസ്ഥിതിയൊക്കെ നമുക്ക് ഈ രീതിയിൽ മിഷണറിമാരുടെ ലേഖനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതെന്ന് പറയുന്ന ഒരു സോഴ്സ് ആണ്. അടുത്തെന്ന് പറയുന്നത് ആന്ത്രോപോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് നരവംശ ശാസ്ത്രജ്ഞരാണ്. അപ്പൊ ആ നരവംശ ശാസ്ത്രങ്ങളുടെ മോണോഗ്രാഫ്സും ഒക്കെ വഴി നമുക്ക് പണ്ട് കാലത്തെ ആളുകളുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിന്റെ ജീവിത രീതി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് archaeological records plays a very important role in learning about the stateless society. These records of simple societies help us to learn that the society was always involved in a process of change, growth and development. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങളുടെയൊക്കെ ഫലമായിട്ട് പണ്ട് കാലത്തെ സൊസൈറ്റീസിൽ നിന്ന് ഇന്നത്തെ സൊസൈറ്റി എത്രമാത്രം മാറിയിട്ടുണ്ടെന്നും അതിലെ പ്രധാന മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The society was always dynamic and nature and was never static. The literature produced during different periods by the missionaries and travels the colonial administrators also served as the important means of studying the important aspects of the society. The monographs written by anthropologists on stateless societies also served as an important means of information. അപ്പോൾ ഇതിന്റെ അകത്ത് ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ സെഗ്മെന്ററി സൊസൈറ്റി എന്താണ്, അപ്പൊ സെഗ്മെന്ററി സൊസൈറ്റിയിൽ നിന്ന് വിളിക്കാനുണ്ടാകുന്ന ചില പ്രത്യേകതകളൊക്കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ പേജ് നമ്പർ 68 ലാസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതുകൂടാതെ ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിന്റെ ഡേറ്റേഴ്സും അതുപോലെ തന്നെ സോഴ്സസും ഒക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്
കണ്ടെത്തിയിട്ടുള്ള കാര്യവും ഒന്ന് ഓർത്ത് വെക്കുക, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ടൈപ്സ് ഓഫ് സെഗ്മെന്ററി സൊസൈറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഈ സെഗ്മെന്ററി സൊസൈറ്റീസിന് എത്ര ടൈപ്പുകളുണ്ട്, ആ ടൈപ്പുകളിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. With regard to the socio-political organizations, the segmentary societies are generally divided into four main boards between types with as follows. The first type of society lived by hunting and gathering. The largest social units are the cooperating groups of families or close kin, and did not have any formal grouping besides it. There are no gradations or stratification of any separate institutions or political organization. The senior members of the family were the main authority, and the authority is very limited in scope. The examples of these societies are the Bushmen of South Africa and some of the people of Southeast Asia, Java of Andaman Islands, etc. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് സെഗ്മെന്ററി സൊസൈറ്റിയിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആളുകൾ ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഗ്യാതറിംഗ് ഒക്കെ നടത്തിയ ആളുകളാണ്. അതായത് അവര് ജീവിച്ചിരുന്ന വേട്ടയാടിയൊക്കെയാണ്. അതുകൂടാതെ അവര് ഒരു ഫാമിലീസ് ആയിട്ട് താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു നാടോടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെഗ്മെന്ററി സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരു ഉദാഹരണമാണ് സൗത്ത് ആഫ്രിക്കയിലെ ബുഷ്മാൻ ആളുകളും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആളുകളും. പിന്നെ ജാർവ ഓഫ് ആൻഡമാൻ ഐസ്ലാൻഡ്സ് ജാർവ എന്ന് പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സെഗ്മെന്ററി സൊസൈറ്റിന് ഉദാഹരണമാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് the second type of social society constitutes the village community which are connected into one another by various kinship and economic ties. There is a formally appointed council or control the administrations, and the eligibility for membership of the council variations from one society to another. Thus, criteria for eligible for membership descend from either old family or reputed family, etc., or form of the economic powers. അപ്പോൾ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് സെഗ്മെന്ററി സൊസൈറ്റീസ് എന്ന് പറയുന്നത് അവിടെ ചില കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും അവിടെ അധികാരം ഉണ്ടാവുക. അപ്പൊ ആ അധികാരം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു ഉയർന്ന വരേണ്യ വർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ആളുകൾക്കായിരിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒരു കൗൺസിലായിട്ട് അല്ലെങ്കിൽ ഒരു നീതിന്യായ വ്യവസ്ഥയായിട്ട് മാറാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇത്തരത്തില് ആ ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ചില പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെയൊരു ജാതി പഞ്ചായത്തുകളൊക്കെ നടത്താന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ പഞ്ചായത്തുകളൊക്കെ നടത്തുന്നത്, ജാതി പഞ്ചായത്ത് അങ്ങനെയുള്ള പഞ്ചായത്തുകളൊക്കെ നടത്തുന്നത് ഈ ഒരാളായിരിക്കും, ആ ഒരു കുടുംബത്തിലെ ആളുകളായിരിക്കും. ആ ഒരു കുടുംബത്തിലെ ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ നിലനിൽക്കുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ഈ തമിഴ് സിനിമകളിലൊക്കെ ഈ ജാതി പഞ്ചായത്തുകൾ, ഒരു ആൽമരത്തിന്റെ ഒക്കെ മുകളിൽ ഒരു ആളിരുന്നിട്ട് മറ്റു ആളുകൾ അവിടെ വന്ന് പരാതി പറഞ്ഞ് അവരെ ശിക്ഷിക്കുന്നതൊക്കെ നമ്മൾ ചില തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത് സം ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആർ ദ ഈബോ ആൻഡ് യാക്കോ ഓഫ് വെസ്റ്റ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഈബോയും യാക്കോ സൊസൈറ്റിയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഓഫ് ഒരു ഫാമിലിക്ക് അവരുടെ അധികാരം അല്ലെങ്കിൽ അധികാര ശ്രേണി ഉപയോഗിക്കാനായിട്ട് അവരെ നിയുക്തമാക്കുന്ന സൊസൈറ്റീസിന് ഉദാഹരണമാണ് ഈബോയും യാക്കോ എന്ന് പറയുന്ന വെസ്റ്റ് ആഫ്രിക്കയിലെ സൊസൈറ്റീസ്. തേർഡ് വൺ എന്ന് പറയുന്നത് the third type of society continues. The societies having a political control based in age set system. This is commonly seen in the societies in East Africa. There are the allocation of authority is vested in the leaders of the societies. This society is based on the principle of seniority. The example of such a tribe is the America, ഷൈനൈൻ ഓഫ് അമേരിക്ക ആൻഡ് ദ ന്യൂയർ ഓഫ് ആഫ്രിക്ക. അപ്പോൾ ആഫ്രിക്കയിലും അമേരിക്കയിലുമുള്ള ന്യൂയർ എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള വംശങ്ങളൊക്കെ ഈ തേർഡ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് സെഗ്മെന്ററി സൊസൈറ്റിക്ക് ഉദാഹരണമാണ്. അപ്പൊ അവിടെ പറയുന്നത് ഒരു വിഭാഗം ആളുകൾ
ഏജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ആളുകൾ നിയമങ്ങൾ കൈയാളുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് ചെറിയ ആളുകൾക്കൊന്നും അവിടുത്തെ നിയമം കൈയേറാനുള്ള അധികാരമില്ല. അവിടെ മുതിർന്ന ആളുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, ഏറ്റവും മുതിർന്ന ആൾക്കായിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ചുമതല. അതിന് ഉദാഹരണമാണ് ന്യൂയോർ എന്ന ആഫ്രിക്കയിലെ സൊസൈറ്റി. അടുത്തതെന്ന് പറയുന്നത് ഫോർത്ത് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഇസ് ദ വൺ ഇൻ വിച്ച് the political functions are performed with the help of the groups that are organized in terms of lineal descent, which are traced along the line of either father or mother. There are no specific political officials in these societies and no political chiefs. The leaders of the society may exercise limited authority. The example of such type of societies are the Nuer, the Dinka of southern Sudan. അപ്പോൾ ഈ ഫോർത്ത് ടൈപ്പ് ഓഫ് ഈ സെഗ്മെന്ററി സൊസൈറ്റിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ തായ്വഴിയായിട്ട് അവർക്ക് അധികാരം ലഭിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ ഇങ്ങനെ അച്ഛന്റെയോ അമ്മയുടെയോ തായ്വഴിയായിട്ട് അവർക്ക് അധികാരം കിട്ടുകയും അവർ ആ സമൂഹത്തെ നിയന്ത്രിക്കുകയും അവിടുത്തെ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമുക്ക് ഫോർത്ത് ആയിട്ട് സെഗ്മെന്ററി സൊസൈറ്റി ഉൾപ്പെടുക. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ന്യൂയോറും അതുപോലെ ഡിങ്ക എന്ന് പറയുന്ന വിഭാഗം ആളുകളാണ്. അത് സൗത്തേൺ സുഡാനിലാണ് ഉള്ളത്. അപ്പൊ ഈ 4 ടൈപ്പ് ഓഫ് സെഗ്മെന്ററി സൊസൈറ്റീസും അവരുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിളുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ കിൻഷിപ്പ് സിസ്റ്റം ആസ് ദ ഫോം ഓഫ് പൊളിറ്റിക്കൽ കൺട്രോൾ. അപ്പൊ കിൻഷിപ്പ് സിസ്റ്റം എങ്ങനെയാണ് പൊളിറ്റിക്കൽ കൺട്രോളിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇസ് പ്ലേഡ് ബൈ ദ കിൻഷിപ്പ് സിസ്റ്റം ഇസ് ദ സോഷ്യോ political and economic organization of the simple societies. The functions are extensive in nature and overlap with the functions of the political and the economic institutions. The system performed by the important job of maintaining order and balance in the society. Let us take the example of the Noor tribe, which is divided into various segments. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കൺട്രോളിന് കിങ്ഷിപ്പ് സിസ്റ്റം ആയുധമാക്കുന്ന അല്ലെങ്കിൽ കിങ്ഷിപ്പ് സിസ്റ്റം ഉപയോഗിക്കുന്ന ചില വിഭാഗം സെഗ്മെന്ററി സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവരുടെ സോഷ്യൽ കൺട്രോളിന് ഉപയോഗിക്കുന്നത് ഒരു വിഭാഗം ആളുകളെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആളുകളായിരിക്കും സോഷ്യൽ കൺട്രോളിംഗ് ഒക്കെ നടത്തുക. അവർ പ്രധാനമായിട്ടും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു വിഭാഗം ആളുകളോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ പ്രത്യേക പ്രാചീന കുടുംബത്തിൽ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന കുടുംബത്തിലെ രക്തബന്ധത്തിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കും പിന്നീട് ആ ഒരു സൊസൈറ്റീനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ രക്തബന്ധം വഴിയുള്ള സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൺട്രോളിന് ഉദാഹരണമാണ് ഇവിടെ ന്യൂയോർ ട്രൈബ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതുപോലെ തന്നെ the stateless societies have the society which is segmented for divided into sections, and the alliance take place along the line of territory, residence and kinship, descent, heritage and marriage. In these types of societies, conflict leads to cohesion. In the stateless societies, kinship ties as performing the political roles. അപ്പോൾ ചില സമൂഹങ്ങളിലൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്ന ചില രീതികളുണ്ട്. എന്നാൽ ചില സമൂഹങ്ങളിലൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹം തീർത്തും അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തീർത്തും നിയമവിരുദ്ധമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള സാമൂഹിക നിയമങ്ങൾ നിലനിൽക്കുന്ന സമൂഹങ്ങളുണ്ട്. അപ്പോൾ ഈ 2 നിയമങ്ങളും തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയും വളരെയധികം വലുതായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ള കാര്യം നോക്കാം. There are many segmentary societies with the varied traditions, but there are certain basic principles that help in distinguish their organization. These principles are as follows. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ഓർക്കുക. അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. With the unity of the groups or segments, the society also becomes united. They can together for some particular causes such as defense of territory or blood feud, etc. The second one എന്ന് പറയുന്നത് authority becomes independent, and the juniors who are given power by seniors in the stateless society become powerful in their own right. അതുകൂടാതെ മൂന്നാമതായിട്ട് പറയുന്നത് the stateless societies is also unified by the mystical symbols as the enteric society regards these to be scared and that which should be
പ്രൊട്ടക്റ്റഡ്. അപ്പൊ ഈ 3 കാര്യങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിൽ വരുന്ന ഈ 3 പോയിന്റ്സ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇനി അതുപോലെ തന്നെ ദ ടാങ്കോ അതുപോലെ തന്നെ ദ ലോസിസ് എന്ന് പറയുന്ന 2 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഉദാഹരണമായിട്ട്. കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് ദ ആഫ്രിക്കൻ ട്രൈബ് ടോഗോ who lived in small villages in the hope of escaping raids upon them. The tribes which are not friendly to their tribes perform raids in order to steal food and valuables. The handman, the little power in these tribes, which is an important feature of the stateless societies. The tribe is nomadic. They keep moving from one place to another because of their agricultural needs. In the process, many new friendships are developed and often old friendships break. ഇപ്പൊ ടോഗ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതൊരു ആഫ്രിക്കൻ വിഭാഗമാണ്. അപ്പൊ അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അവരുടെ ഫുഡിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റു അഗ്രികൾച്ചർ നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രദേശത്ത് മറ്റു പ്രദേശത്തേക്ക് മാറി താമസിക്കാൻ അല്ലെങ്കിൽ നാടോടികളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് അവര് മറ്റു ട്രൈബ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രൈബ്സ് മറ്റു പല ട്രൈബ്സുമായിട്ട് ശത്രുത ഉണ്ടാവുകയും അവര് ഫുഡും അല്ലെങ്കിൽ വാല്യുബിൾ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് മറ്റു ഗോത്രങ്ങളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ട്രൈബ്സ് ഫ്രണ്ട്ലി അപ്രോച്ച് മറ്റ് ട്രൈബ്സുമായിട്ട് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറി മാറി താമസിക്കുമ്പോൾ അവരുടെ അഗ്രികൾച്ചർ നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് മാറി മാറി താമസിക്കുമ്പോൾ ചിലപ്പോൾ ചില അവരുടെ സൗഹൃദങ്ങളൊക്കെ ചില ഇടത്ത് തകരുകയും പുതിയ സൗഹൃദങ്ങളൊക്കെ കൂടിച്ചേർക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് എക്സാമ്പിൾ ഓഫ് ദ ടാഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ലോസിസിന്റെ എക്സാമ്പിള്. There are some stateless societies in which the institution protects the rights of the members of the society where food is limited. In these societies and concept of gather the property and food does not exist, therefore always the problem of distribution. The losses of Africa has the institutions called Kumhanda, which literally means legal left and is present in the same other tribes also. അപ്പോൾ the losses എന്ന് പറയുന്നതും അതുപോലെ തന്നെ ടോഗോ എന്ന് പറയുന്നതും രണ്ടും ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ഇത് രണ്ടും സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിന് ഉദാഹരണങ്ങളാണ്. ഇനി വരുന്നത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യൻ ട്രൈബ്സ് ആണ്. The political institutions in Indian tribes are basics on clan and lineage, second one village unit and third one group of villages. അപ്പോൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യൻ ട്രൈബ്സിന്റെ ഇടയിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ക്ലാനും ലിനേജും വില്ലേജ് യൂണിറ്റ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. അത് ഒന്ന് ഓർത്ത് വെക്കാം. There are common ancestors is every clan in which it can trace itself. The clan breaks in splits up to in many lineages. The division of segmentation is very important as the principle of political structure, and in stateless societies the bills have the structured lineage with a depth of 5 to 6 generations as one unit. ക്ലാൻ എന്ന് പറയുന്ന കുലം അല്ലെങ്കിൽ ഗോത്രം എന്നൊക്കെ പറയുന്നതാണ്. ലിനേജ് എന്ന് പറയുന്നതും ഒരു ശ്രേണിയാണ്. വില്ലേജ് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ ഇന്ത്യൻ ട്രൈബ്സിൽ ഉൾപ്പെടുന്നതാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ കോൺഫ്ലിക്ട് റെഗുലേഷൻ എന്ന് പറയുന്നത് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടെറിട്ടറീസ് വിച്ച് പ്രിവെന്റ് ദ കോൺഫ്ലിക്ട് ദ occurs with the other lineages which are bigger or of a different generation. The tribal village is an active political unit and the ways of regulating the village does downward in authority. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിയേഴ്സ് ആൻഡ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ് 2 പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ സെഗ്മെന്റൽ സൊസൈറ്റീസ് ആണെങ്കിൽ പോലും അവിടെ ക്രൈമും പണിഷ്മെന്റും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റീസിനെ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി അല്ലെങ്കിൽ സെഗ്മെന്ററി സൊസൈറ്റീസിനെ കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ചിലപ്പോൾ അത് ഒരു വ്യക്തിയിൽ അംഗീകൃതമായിട്ടായിരിക്കും അതിന്റെ നിയമങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും ഒക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ വ്യക്തിയായിരിക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് അപ്പം സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലെ ക്രൈമും പണിഷ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ എക്സിസ്റ്റ് നോ സൊസൈറ്റി ഇൻ വിച്ച് ദ ക്രിമിനൽ കേസസ് ഡു നോട്ട് ടേക്ക് പ്ലേസ് വിത്ത് ദ കേസ് ആയ സെവറൽ ഡിസ്ഇക്വലിബ്രിയം in the society, and it has to be solved by punishment. The evidence in case of criminal case is or taken or a scared dignity and order undergone by tribal standards.
It is believed that the suspect is innocent if he remains unhurt by grasping a red hot egg or putting his hand on the burning oil. The order of malice is that when the red hot egg is to be grasped by the accused. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ക്രൈമും പണിഷ്മെന്റും ഒക്കെ പണ്ടത്തെ സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയായിരുന്നു നിലനിരുന്നതാണ് ഇവിടെ പറയുന്നത്. സെഗ്മെന്ററി സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു പ്രദേശം, ഒരു ടെറിട്ടറിയൽ ഏരിയ ഇല്ലാത്ത ഒരു പ്രദേശങ്ങളാണ് സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഉൾപ്പെടുക. അതുപോലെ തന്നെ സെഗ്മെന്ററി സൊസൈറ്റീസിൽ ഒരാളിലായിരിക്കും അവരുടെ അധികാരങ്ങളും പണിഷ്മെന്റ് ചെയ്യാനുള്ള അധികാരമൊക്കെ ഒത്തുചേർന്നിട്ടുള്ളത്. അതുപോലെ സെഗ്മെന്ററി സൊസൈറ്റിയിലെ പണിഷ്മെന്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ക്രൈമിന് ഉണ്ടാക്കി കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെയധികം ക്രൂരവും ലോജിക്കില്ലാത്തതുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാം വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം പുരോഗമനപരമായ ചിന്താഗതി ഇല്ലാത്ത ആളുകളൊക്കെ അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നിലനിൽക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ക്രൈംസ് ചെയ്യുന്ന ആളുകൾക്ക് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമുക്ക് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില രീതികളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കും. ഒന്നെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കുന്ന ഒരു പണിഷ്മെന്റ് രീതിയൊക്കെ പണ്ട് കാലത്തെ സൊസൈറ്റീസിൽ നിലനിന്നിരുന്നു. ഈ ട്രൈബ്സിന്റെ ഇടയിലൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകള് ഒരാള് കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈ മുക്കിയാല് ആ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ അയാള് കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ആ കൈ പൊള്ളിയില്ലെങ്കിൽ അയാളെ കുറ്റം ചെയ്തിട്ടില്ല എന്നുമാണ് വിധികർത്താക്കള് വിധി നിർണ്ണയിക്കുക. അപ്പോൾ തിളച്ച എണ്ണയിൽ കൈ മുക്കിയാൽ ഒരു കാരണവശാലും കൈ പൊള്ളാതിരിക്കുകയല്ല അല്ലെ. ആ ഒരു കാര്യം നമുക്ക് ലോജിക്കലി നമുക്കറിയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സെഗ്മെന്ററി സൊസൈറ്റീസിലൊക്കെ നിലനിൽക്കുന്ന ഒരു പണിഷ്മെന്റ് രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് പണിഷ്മെന്റുകളാണ് അവിടെ നിലനിൽക്കുക. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിളച്ച എണ്ണയിൽ കൈ മുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അതുകൂടാതെ വാൾ ഉപയോഗിച്ച് കൈ മുറിയുന്നില്ലെങ്കിൽ അത് അവരെ കുറ്റം ചെയ്തിട്ടില്ല എന്നും, കൈ മുറിഞ്ഞാൽ അതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയുള്ള ചില മിഥ്യാധാരണകൾ അല്ലെങ്കിൽ മിഥ്യാ രീതികളൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സെഗ്മെന്ററി സൊസൈറ്റിയിലൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. The order of masses in the when the red hot axe is to be grasped by the accused. In case of Poshi ordinal ritualistic race beer is used, it is believed that the innocent can grasp the axe or bringing the ritualistic beer and get away unscathed. The guilty suffer burns or die of poisoning. Both are ordeal and threatening alternative as they serve as a means of voluntary submissions of accused to law. അപ്പോൾ ഒരു നിയമം ഒക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങളൊന്നും സെഗ്മെന്ററി സൊസൈറ്റിയിൽ ഇല്ല. അപ്പൊ അവിടെ പരമ്പരാഗതമായി നിലനിന്ന് വന്നിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി അവര് കൈമാറിപ്പോയിട്ടുള്ള ചില പണിഷ്മെന്റ് രീതികളാണ് സെഗ്മെന്ററി സൊസൈറ്റികൾ പിന്തുടരുക. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിളച്ചെണ്ണയിൽ കൈവെക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ കഴിപ്പിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുകയുള്ളൂ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു ദോഷം സംഭവിക്കുക. ഇപ്പൊ തിളച്ചെണ്ണയിൽ കൈമുക്കുകയാണെങ്കിൽ ആ കൈ പൊള്ളുകയില്ല എന്നുള്ള ധാരണയൊക്കെ ആയിരുന്നു അന്നത്തെ അല്ലെങ്കിൽ സെഗ്മെന്ററി സൊസൈറ്റിയിലെ റൂളേഴ്സിന് ഉണ്ടാകുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The person who disrespecting the tribal deity that attacks it, breaks it, spits on it, it liable to be excommunicated. Political institutions and development of society. Political institutionsum അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They are easy to hard hunters in the hunting and food gathering societies. The living style of the easy hunters is easy as they live almost completely by gathering foods, vermin and insects, and live in a temporary segment of branches and leaves. They only have dog and their domestic animal on their hand, and other hunters are more evolved, go for larger animals and make use to horses for traveling. They have many domestic animals and have secondary arts such as spinning, weaving and pottery.
there is an emergence of culturalized authority in these societies. There are three important facts of we note. These are, there is close agreement between the accounts of the anthropologist and the information which comes from archaeology. Their persons and agriculture development do not have any successive stages and were stimulated in different directions of growth from the social conditions of the higher hunters. From the highest basis of settled the maximum mixed agriculture and large scale social system, including state formation, were able to grow. The stateless societies and their hunting and herding can carry the development of the social system to a point and cannot go beyond this point. അപ്പോൾ എമർജൻസ് ഓഫ് സിമ്പിൾ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് സൊസൈറ്റിയുടെ വരവോടെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതോടെ നമ്മുടെ പരമ്പരാഗതമായ രീതികൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസിന് അല്ലെങ്കിൽ സെഗ്മെന്ററി സൊസൈറ്റിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൂടാതെ പണ്ടുകാലത്തെ ആളുകൾ വേട്ടക്കാരായിരുന്നു എന്ന് നമ്മൾക്കറിയാം അല്ലെ. അപ്പൊ ആ വേട്ടക്കാരിൽ നിന്ന് അവർക്ക് ഫുഡിന്റെ ഒക്കെ അപര്യാപ്തത മൂലം അവര് കൃഷിയിലേക്ക് തിരിഞ്ഞു അവരൊരു സ്ഥലത്ത് സ്ഥിരതാമസം ഉറപ്പിക്കാനായിട്ട് തുടങ്ങി. ആ സ്ഥിരതാമസത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിലേക്ക് കാരണമായ പ്രധാന നാഴികക്കൽ എന്ന് നമുക്ക് തീർത്തും പറയാം. കാരണം അങ്ങനെ സൊസൈറ്റിയിൽ സ്ഥിരതാമസം ആരംഭിച്ചപ്പോഴാണ് ഒരുപാട് ആളുകൾ തമ്മിൽ ഒരു സമൂഹമായിട്ട് അവർ വളരാൻ തുടങ്ങിയത്. അങ്ങനെ ആ സമൂഹത്തിന് ഒരു നേതാവ് ആവശ്യമായി വന്നു. അങ്ങനെ നേതാവ് ഉണ്ടായി. അങ്ങനെ ആ ക്രമേണ ഈ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഓരോ പ്രദേശങ്ങളും കീഴടക്കി അവിടെ രാജാക്കന്മാർ വന്നു. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കൊരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായി. അപ്പൊ ഇങ്ങനെ രീതിയിൽ നമ്മുടെ സമൂഹം വളരെയധികം വികസിക്കുകയും പ്രാചീനമായിട്ടുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇല്ലാതാവുകയും നമ്മുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറ്റപ്പെടുകയും ചെയ്തു. ഒരുപാട് പഴയ ചിന്താരീതികളും അല്ലെങ്കിൽ പഴയ ആചാരങ്ങളും പണിഷ്മെന്റ് രീതികളും ഒക്കെ നമ്മുടെ ആ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാനൊക്കെ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ കാരണമായിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഗവൺമെന്റിന്റെ ഒക്കെ എമർജൻസ് എന്ന് പറയുന്നതും സൊസൈറ്റിക്ക് ഉണ്ടായ വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഒക്കെ ഇടപെടലുകൾ മൂലം ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ആ തൊഴിൽ അന്തസ്സോടെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അതുപോലെ തന്നെ ഒരു തൊഴിലാളികൾക്ക് ശരിക്കുമുള്ള കൂലി ലഭിക്കാൻ തുടങ്ങി. അതുകൂടാതെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായി. അതുപോലെ തൊട്ടുകൂടായ്മ, തീണ്ടല് തുടങ്ങിയ അനാചാരങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ സമൂഹത്തിൽ നിന്ന് തീർത്തും തുടച്ചു നീക്കാനൊക്കെ ഗവൺമെന്റിനൊക്കെ സാധിച്ചു. അതുകൂടാതെ ഈ അവർണർക്കും സവർണർക്കും ഉണ്ടായിരുന്ന ഈ പണിഷ്മെന്റിലെ വ്യതിയാനങ്ങൾ, ഇപ്പൊ സവർണ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉയർന്ന തെറ്റ് ചെയ്താലും ചെറിയ രീതിയിലുള്ള ശിക്ഷകളെ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ചെറിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ ശിക്ഷകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിൽ, ശിക്ഷകളിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെയെല്ലാം മാറ്റം വന്നത് ഈ ഗവൺമെന്റിന്റെ ആവിർഭാവത്തോടെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അതിനകത്ത് ഇവിടെ പറയുന്നത്. അതുകൂടാതെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് റിലീജിയൻ ഈസ് സിമ്പിൾ സൊസൈറ്റീസ് എന്നുള്ള ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദിസ് ടു ഫോൾഡ് ഫങ്ഷൻസ് ഓഫ് റിലീജിയൻ ഇൻ സിംപ്ലർ സൊസൈറ്റീസ്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് സിവിയർ ദ ഇക്കോളജിക്കൽ ഫങ്ഷൻസ് ആർ ബൈ giving man an interaction, their relationship with the nature. This shown them how they should relate with it. The other function is the social and political function that binds men together and given meaning and legitimacy to the authority. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക. ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് what are the various sources of data about the stateless societies? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിനെ കുറിച്ചുള്ള ഡേറ്റാസ് നമുക്ക് കിട്ടുന്നത് ഏതൊക്കെ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായിട്ട് ആർക്കിയോളജിക്കൽ സർവേയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. രണ്ടാം മിഷണറിമാരുടെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് അതിനുള്ള ഒരു ഈ സൊസൈറ്റീസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാറുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റു പല സോഴ്സസുകളിൽ നിന്നും വിദേശ സഞ്ചാരികളിൽ നിന്നും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഡേറ്റാസ് കിട്ടാറുണ്ട്. അതുകൂടാതെ സോഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പം പേജ് നമ്പർ 77 ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് അത് കിടപ്പുണ്ട്. അതൊന്ന് നന്നായിട്ട് പഠിക്കുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇപ്പൊ പഠിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എലൈറ്റ്സിനെ കുറിച്ചും പഠിച്ചു. അതുപോലെ തന്നെ ഇന്ന് സെഗ്മെന്ററി സൊസൈറ്റിനെ കുറിച്ചും, സൊസൈറ്റീസ് എന്താണെന്നും അതിന്റെ വിവിധ ടൈപ്സും കാര്യങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടോട്ടാലിറ്റേറിയത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ചത് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുകയും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, താങ്ക് യു.